ഇൻസ്റ്റാഗ്രാം റീൽസിനെ ചൊല്ലി തർക്കം. ചാലിശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. തോളലിന് പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സ തേടി. 15 വയസ്സുകാരൻ മുഹമ്മദ് ഷമാസിനെയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ ഷമാസിന്റെ തോളലിനെ ഗുരുതരമായി ചതവേൽക്കുകയും കൈ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:15 സംഭവം. ട്യൂഷൻ കഴിഞ്ഞ് പള്ളിയിൽ പോയി മടങ്ങുകയായിരുന്ന ഷമാസിനെയും സുഹൃത്തുക്കളെയും സീനിയർ വിദ്യാർത്ഥികളുടെ സംഘം തടഞ്ഞു നിർത്തുകയായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഷമാസും കൂട്ടുകാരും പോസ്റ്റ് ചെയ്ത റീൽസിനെ ചൊല്ലിയുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. മുൻകൂട്ടി പദ്ധതിയിട്ടതനുസരിച്ച് സംഘം ചേർന്ന് കാത്തുനിന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ 9ാം ക്ലാസ്സുകാരനെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഷമാസിനോടൊപ്പമുണ്ടായിരുന്ന മറ്റു 3 വിദ്യാർത്ഥികൾക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. മർദ്ദനത്തിൽ പരിക്കേറ്റ ഷമാസിനെ ചാലിശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ചു. എക്സ്റേ പരിശോധനയിൽ തോളിലിന് സാരമായ പരിക്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഡോക്ടർമാർ വിദഗ്ധ ചികിത്സ നിർദ്ദേശിക്കുകയാണ്. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സ്കൂളിന് പുറത്തുവെച്ച് നടന്ന അക്രമമായതിനാൽ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിച്ചു വരികയാണ്. ചാലിശ്ശേരി സ്കൂളിൽ 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ മുൻപും ഇത്തരം ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അക്രമവാസന രക്ഷിതാക്കളും അധ്യാപകരിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ നിസ്സാര തർക്കങ്ങൾ ശാരീരിക ഉപദ്രവങ്ങളിലേക്ക് നീങ്ങുന്നത് തടയാൻ പോലീസും സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും സംയുക്തമായി ചേർന്ന് കർശനമായ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഞങ്ങൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയി. അപ്പോൾ അവിടെ 10ാം ക്ലാസ്സുകാരൊക്കെ സ്കൂൾ ഇട്ടിട്ടാറുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ റീൽസ് ഇട്ടതിൻ്റെ പേരിൽ ഒരു അടിക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നത്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങാണ്ടായപ്പോൾ ഞങ്ങളെ കുറേ നേരം പറഞ്ഞ് ഇങ്ങനെ ഇറക്കി. നിസ്കരിക്കാൻ നിന്നില്ല. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിക്കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറക്കി. അപ്പോൾ ആദ്യം ഒരു കുട്ടി വന്നിട്ട് എന്നെ മോന്തൊക്കെ അടിച്ച്. അപ്പോൾ ഞാൻ തടയാൻ നോക്കിയപ്പോൾ എല്ലാവരും വന്നിട്ട് എല്ലാവരും കൂടി വന്ന് അടിച്ച്.